അപ്പോൾ സൂട്ടാ എന്ത് പ്രത്യേകത? നമ്മൾ വയലറ്റ് ക്യാബേജ് വിളവെടുത്ത ദിവസം കാരണം നമ്മൾ കുറച്ച് നാളുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ നട്ടിട്ട് ഇതുവരെ നമ്മളിത് നട്ടിട്ടില്ല. ഇതാണ് സാധാരണ നമ്മളിവിടെ നട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ വയലറ്റ് ക്യാബേജ് നട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തോരനാക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് പറയാം. മാത്രമല്ല ഇവിടെ വിളവെടുക്കാൻ 2 നിൽപ്പുണ്ട്, കിളിക്കുന്ന 2 ഉണ്ട്. അങ്ങനെ നമുക്ക് 4 ഉണ്ട് മൊത്തത്തിൽ. പിന്നെ കോളിഫ്ലവറും ക്യാബേജും എല്ലാം നിൽപ്പുണ്ട്. നമ്മളിന്നല്ലാതെ കുറച്ച് തക്കാളി, 2 പേരയ്ക്കയും വഴുതനങ്ങയും എല്ലാം വിളവെടുത്തിട്ടുണ്ട്. ശീതകാല പച്ചക്കറികളാണ്, പക്ഷെ ഇപ്പോഴും അത് നമ്മൾ റെഡിയാക്കി നിർത്തുന്നുണ്ട്. ശീതകാലമൊക്കെ കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ഇവിടെ ഇനിയും നിറച്ചുണ്ട്. ഇതുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ വീഡിയോ എടുത്താൽ വന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മൾ ചുമ്മാ തുറന്നു നോക്കിയായിരുന്നു. അപ്പം ഈ 3 ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഈ വീഡിയോ എടുക്കാൻ നേരത്ത് ഇത് വന്ന് നോക്കിയപ്പോൾ ഇതങ്ങ് തിന്ന് അണ്ണാന് വേറെ ഒന്നും കിട്ടിയില്ല. അണ്ണാന് വയറ് നിറച്ച് ഇവിടുന്ന് ആഹാരം കൊടുക്കുന്നുണ്ട്. തക്കാളി എല്ലാവർക്കും ഉണ്ട്. ഇത്ര തക്കാളിയാണെന്നില്ല, എന്നാൽ ഫുള്ള് തിന്നത്തുമില്ല. ഫുള്ളൊന്നെങ്കിൽ തിന്നണം. ഇത് പകുതി കഴിച്ചിട്ടങ്ങ് പോകും. എന്നിട്ടും അവന് പേരയ്ക്കയും തിന്നണം. ഇവിടെ ആണെങ്കിൽ ആവശ്യത്തിന് ചക്കയും മാങ്ങയും എല്ലാം ഉണ്ട്, എന്നാലും അവന് പേരയ്ക്ക തിന്നണം. അത് പച്ച പേരയ്ക്ക, നല്ലൊരു പേരയ്ക്കായിരുന്നു, നോക്കി വെച്ച പേരയ്ക്ക. അവൻ തിന്നിട്ട് പോയി. 3 ഒരുമിച്ച് തിന്നതുകൊണ്ട് ഇനി 2 ഉള്ളൂ നമുക്ക് കിട്ടി. അതുകൊണ്ട് എന്താ നമ്മളിത് മൊത്തം കവർ ചെയ്യുമല്ലേ, ഇനി കൊടുക്കത്തില്ല. ആ സൈഡിലുള്ള മാത്രം തിന്നാൽ മതി. ഈ സൈഡിലൊന്നും ഒന്നും കൊടുക്കത്തില്ല. അപ്പുറത്തോട്ട് ആ സൈഡിലോട്ട് നമ്മൾ പിച്ചത്തില്ല. ആ സൈഡിൽ നിന്ന് മൊത്തം അവന്മാരങ്ങ് തിന്നു. ഈ സൈഡിലുള്ള എല്ലാം നമ്മൾ പിന്നെ പൊതിഞ്ഞു വെച്ചിട്ട് പോലും ഇത് തിന്നു. ആ പൊതി ഇച്ചിരി മാറിപ്പോയി മോനെ ഇന്നലെ. അതുകൊണ്ട് ഇതുകൂടെ അങ്ങ് വെച്ചട്ടെ. അവിടെ നിൽക്കുന്നില്ല, പഴുത്താലും ഇത് വേറെ കുഞ്ഞൻ. ഇന്നലെ നല്ല തക്കാളി കിട്ടി. അതെന്താണെന്നറിയാമോ, അതാണ്ടെ സുഖമായിട്ട് വന്ന് വലയുടെ മുകളിലോട്ട്, ഇപ്പോൾ വലയ്ക്ക് മുകളിൽ പോയി ഇവർ കണ്ട അവിടോട്ടിരുന്ന് സുഖമായി കഴിക്കുക, ഓടിപ്പോകുക. ഇത് തന്നെ നടക്കുന്നത്. ഇന്നലത്തെ നമ്മളെടുത്തുകൊണ്ട് പോയതൊക്കെ വെച്ച് നമ്മൾ ഇന്ന് രസം ഉണ്ടാക്കി, ബേബി പടവലം വെച്ച് തോരനുണ്ടാക്കി. പിന്നെന്താ ഉണ്ടാക്കിയത്? കോവയ്ക്ക മെഴുക്കുവരട്ടി, പാവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ ബൈ ഫ്രം ഒപ്പു.